ഇവിടെ ഐ ഡോക്ടറായി ഹീറോ ആണെങ്കിൽ സയൻസിലും ടോപ്പർ ആയിരിക്കും. അതേസമയത്ത് ഇവനാണെങ്കിൽ മറ്റുള്ളവരുടെ പ്രൈവറ്റ് ലൈഫിനെ കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടാവും. അതിനുവേണ്ടി ഇവനാണെങ്കിൽ സ്പെഷ്യലായ ഒരു ലിക്വിഡും അതുപോലെ ഡിവൈസും ഉണ്ടാക്കുകയാണ്. ഇവന്റെ ക്ലിനിക്കിലേക്ക് ടെസ്റ്റിംഗിനായിട്ട് വരുന്ന എല്ലാവർക്കും അവർ പോലും അവരുടെ കണ്ണിലേക്കാണെങ്കിൽ ഡിവൈസ് ഫിക്സ് ചെയ്ത് വിടും. ആ ഫിക്സ് ചെയ്യുന്ന ലെൻസിന്റെ ഒരു പേരാണെങ്കിൽ ഇവന്റെ ഉണ്ടാകും. ഓരോന്നും പേര് എഴുതി മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ഇവന്റെ ക്ലിനിക്കിലാണെങ്കിൽ ഒരു സീക്രട്ട് ആയ റൂം ഉണ്ടാകും. അവിടെയാണെങ്കിൽ സ്പെഷ്യലായി കണ്ണാടി ഉണ്ടാവും. ആ കണ്ണാടിയിലേക്ക് ഇവന് ആവശ്യമുള്ള ആൾക്കാരുടെ ലെൻസ് വെക്കുകയാണ്. അടുത്ത സെക്കൻഡ് അവർ കണ്ണോട് കാണുന്നതിലും ഇവന് കാണാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെ ഹീറോ ആണെങ്കിൽ ഡിവൈസിനെ ക്ലിനിക്കിലേക്ക് വന്നൊരു പെൺകുട്ടിയാണെങ്കിൽ ഫിക്സ് ചെയ്ത് വിടുകയാണ്. സോ ഇവനെ കൊണ്ട് അവൾ പഠിക്കുന്നത് മുതൽ ഡ്രസ്സ് മാറ്റുന്നവരെ കാണാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ ഇവന്റെ സീക്രട്ടെ കുറിച്ച് അറിയാതെ ഇവനെ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണിനാണെങ്കിൽ ഹീറോനെ ഇഷ്ടമായിരിക്കും. അതേസമയത്ത് ഇവന്റെ ക്ലിനിക്കിലേക്കാണെങ്കിൽ ടെസ്റ്റിംഗിനായിട്ട് മാധവി എന്ന് പറഞ്ഞൊരു പെണ്ണ് വരികയാണ്. അവളെ കണ്ടപാട് ഇവനാണെങ്കിൽ ഇഷ്ടമാകും. സോ അവളുടെ കടയിലേക്ക് ഡിവൈസ് ഫിക്സ് ചെയ്ത് വിടും. പക്ഷെ അപ്പോഴായിരിക്കും അവൾക്ക് കല്യാണം കഴിഞ്ഞ കാര്യം അറിയാം. പക്ഷെ അവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ അവളെക്കാളും 20 വയസ്സ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഏജ് ഡിഫറൻസ് വെച്ച് കുറെ പേര് അവളെ കളിയാക്കുന്നുണ്ടാവും. സോ ഇങ്ങനെയുള്ള മാധവി എങ്ങനെയാലും സെറ്റാക്കാന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ അവളുടെ ഹസ്ബൻഡ് കണ്ണിലേക്ക് ഡിവൈസ് ഫിക്സ് ചെയ്ത് വിടുകയാണ്. അങ്ങനെ ഹീറോ ആണെങ്കിൽ ആ ഡിവൈസ് യൂസ് ചെയ്ത് മാധവിയുടെ ലെൻസും അതുപോലെ അവളുടെ ഹസ്ബൻഡ് ലെൻസ് യൂസ് ചെയ്തിട്ട് അവളെ ഡിഫറെന്റ് ആംഗിളിൽ നോക്കുന്നുണ്ടാവും. അതിന്റെ എക്സ്ട്രീം ആയിട്ട് അവർ തമ്മിൽ ഇന്റിമേറ്റ് ആയിട്ട് ഇരിക്കുന്നവരും കാണുകയാണ്. ഇങ്ങനെ ഫ്രോഡ് ചെയ്യുന്ന ഹീറോയ്ക്ക് സംഭവിച്ച കാര്യം എന്താണെന്ന് അറിയണമെങ്കിൽ നെക്സ്റ്റ് പാർട്ട് നമ്മൾ കമന്റ് ചെയ്ത് വീഡിയോക്ക് ലൈക്കും ചെയ്യുക.